കുട്ടികൾ ഇന്ന് നമ്മൾ നോക്കുന്നത് മേരി കോംസ് ഇൻ്റർവ്യൂ ആണ്. ഈ ഒരു ചാപ്റ്റർ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. നമ്മളിപ്പോൾ എടുത്ത അത്രയും വരെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് വരുന്നത്. ഇത് നിങ്ങൾക്ക് അസൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്ന ചാപ്റ്റേഴ്സാണ്. ഒരു 60% നമുക്ക് ഇപ്പോൾ നമ്മൾ ഇതിന് മുന്നേ എടുത്തിരിക്കുന്ന പാഠത്തിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. ഇത് ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് അത്രയും ഇമ്പോർട്ടൻ്റ് അല്ല എന്നേ ഉള്ളൂ. പക്ഷേ ഒരു 40%ഓളം ഈ ഒരു ഭാഗങ്ങൾ, അതായത് ഇനി നമ്മൾ അങ്ങോട്ടേക്ക് എടുക്കാൻ പോകുന്ന ചാപ്റ്റേഴ്സിൽ ഒരു 40%ഓളമാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാനൊക്കെ ചാൻസ് ഉള്ളൂ. എങ്കിലും ശ്രദ്ധിച്ച് തന്നെ നോക്കുക, ഒന്ന് വായിച്ച് വിടുക, എന്നിട്ട് അതിൻ്റെ ആൻസേഴ്സും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വിടുക കേട്ടോ. പറയാൻ പറ്റില്ല, ചിലപ്പം ഇത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് നമ്മൾ പറഞ്ഞാലും ചിലപ്പോൾ ഇനി അവർ മാറ്റിയാലോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്ന ചാപ്റ്റേഴ്സാണ് നമ്മൾ ഏറ്റവും ആദ്യം എടുത്തിരുന്നത്. മൂന്നാമത്തെ ചാപ്റ്റർ, പിന്നെ ബോലി എന്ന് പറയുന്ന ചാപ്റ്റർ, ആഫ്റ്റർ 20 years നെക്സ്റ്റ് 3 questions ഓഫ് സ്റ്റഡീസ്, വേർ ദ മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ, നമ്മൾ ഓൺലൈനായിട്ട് ഗൂഗിൾ മീറ്റിൽ എടുത്ത ക്ലാസ്സാണ്. ഇഫ്, പിന്നെ സ്ട്രെസ് ബിഫോർ എക്സാമിനേഷൻ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സാണ്. അതായത് ഇതിന് ഇപ്പോൾ നമ്മൾ എടുക്കുന്ന ഈ ഒരു ചാപ്റ്റേഴ്സ്, അതായത് മേരി കോമിൻ്റെ ഈ ഒരു ചാപ്റ്റേഴ്സിന് തൊട്ട് മുന്നേ വരെ നമ്മൾ എടുത്ത എല്ലാ ചാപ്റ്റേഴ്സും, ഡ്രഗ് അബ്യൂസ് വരെയുള്ള എല്ലാ ചാപ്റ്റേഴ്സും, ഇംഗ്ലീഷിൻ്റെ എല്ലാ ചാപ്റ്റേഴ്സും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പക്ഷേ ഇതെല്ലാം ഇനി അങ്ങോട്ടേക്ക് എടുക്കുന്ന ചാപ്റ്റേഴ്സൊക്കെ ഒന്ന് വായിച്ച് വിടണം, ക്വസ്റ്റൻ ആൻസേഴ്സ് നോക്കണം. ഓക്കെ, മറ്റേത് എന്തായാലും ഉറപ്പായിട്ട് നമുക്ക് പബ്ലിക് എക്സാമിനേഷന് വരുന്ന ക്വസ്റ്റ്യൻസ് അതിൽ നിന്നും ഷുവർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും കേട്ടോ. ഓക്കെ, ഇത് നോക്കാം. മേരി കോം ഒരു മണിപ്പൂരിലെ ഒരു സാധാരണ കുടുംബത്തിൽ, അല്ലെങ്കിൽ ദാരിദ്ര്യത്തിൻ്റെ എല്ലാം അറിഞ്ഞ ആ ഒരു വിഷമങ്ങളും എല്ലാം അറിഞ്ഞ് ജീവിച്ച ഒരു പെൺകുട്ടിയാണ് അദ്ദേഹം. അവൾ ലോകത്തിലെ ഏറ്റവും തിളക്കമാർന്ന കായിക താരങ്ങളിൽ ഒരാളായിട്ടാണ് മേരി കോം ഇപ്പോൾ അറിയപ്പെടുന്നത്. ഒരു സാധാരണ കർഷക കുടുംബത്തിലാണ് ജനിച്ചതെങ്കിലും ചെറിയ പ്രായം മുതൽ അവൾക്ക് സ്പോർട്സിനോട് വളരെയധികം താല്പര്യമുണ്ടായിരുന്നു. അങ്ങനെ ഏഷ്യൻ ഗെയിംസിലും ബോക്സിങ്ങിലും സ്വർണ്ണം നേടിയും സ്വർണ്ണ മെഡൽ നേടുകയും ഒക്കെ ചെയ്തിട്ടുള്ള അവൾ പിന്നീട് ചെറിയ ഗ്രാമത്തിലെ കർഷക കുടുംബത്തിൽ പിറന്ന പെൺകുട്ടിയാണ് എന്ന നിലയ്ക്ക് എല്ലാവരും ബോക്സിംഗ് രംഗത്തേക്ക് പോവുക എന്ന് പറയുന്നത് കേട്ടപ്പോൾ തന്നെ എല്ലാവരും, കുടുംബക്കാരും സുഹൃത്തുക്കളും നാട്ടുകാർക്കും എല്ലാം അത് വളരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല. പക്ഷേ ആ എതിർപ്പുകളെയൊക്കെ വകവയ്ക്കാതെ മുന്നോട്ട് താൻ ഉദ്ദേശിച്ച കാര്യം, അല്ലെങ്കിൽ തൻ്റെ സ്വപ്നം നടക്കും എന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയും അങ്ങനെ ഒരു സാറിൻ്റെ കീഴിൽ ബോക്സിംഗ് പരിശീലനങ്ങളൊക്കെ ആരംഭിക്കുകയും ബോക്സിംഗ് ആരും അറിയാതെ ബോക്സിംഗ് എല്ലാം പഠിക്കുകയും പിന്നീട് AIBA വുമൻസ് വേൾഡ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ 6 സ്വർണ്ണ മെഡലുകൾ കരസ്ഥമാക്കാൻ മേരി കോമിന് കഴിയുകയും ചെയ്തു. ബോക്സിംഗ് രംഗത്തെ ഏറ്റവും മികച്ച പുരുഷ താരമായ ഫെലിക്സ് സാവനുമായി സമനില നേടാൻ കഴിഞ്ഞത് മേരി കോമിൻ്റെ കായിക ചരിത്രത്തിൽ തിളങ്ങുന്ന അധ്യായമാണ്. ഒളിമ്പിക്സ്, ഏഷ്യൻ ഗെയിംസ്, കോമൺവെൽത്ത് ഗെയിംസ് തുടങ്ങിയ ലോക മത്സരങ്ങളിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ ഇന്ത്യക്കാരിയും മേരി കോമാണ്. ഇന്ത്യ മഹാരാജ്യം അവളെ പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ തുടങ്ങിയ പരമോന്നത ബഹുമതികൾ നൽകി ആദരിച്ചിട്ടുണ്ട്. അശ്രാന്ത പരിശ്രമത്തിൻ്റെയും കോട്ടം തട്ടാത്ത ആത്മവിശ്വാസത്തിൻ്റെയും മേരി കോം എന്നും ഇന്ത്യയിലെ ലോകമെമ്പാടുമുള്ള കായിക പ്രേമികൾക്കും യുവതി യുവാക്കൾക്കും മേരി കോമിൻ്റെ കായിക ജീവിതം എന്ന് പറയുന്നത് ഒരു പാഠപുസ്തകം തന്നെയാണ്. നമുക്കിവിടെ പഠിക്കാനുള്ളത് 3 സെക്ഷനായിട്ടാണ്. ഒന്നിൽ വരുന്നത് മേരി കോമിൻ്റെ ജീവിത കഥയെക്കുറിച്ചിട്ടും, പിന്നീട് രണ്ടാമത്തെ സെക്ഷൻ വരുന്നത് ഒരു ഇൻ്റർവ്യൂവും, പിന്നെ എങ്ങനെയാണ് ഈ ഒരു ബോക്സിങ്ങിലേക്ക് എത്തിയത്, എന്താണ് അതിലേക്ക് വരാനുള്ള താല്പര്യം എന്നെല്ലാം ചോദിച്ചിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ. മൂന്നാമത് വരുന്ന സെക്ഷനിൽ അച്ചീവ്മെൻറ്റ്സ്, എന്തൊക്കെ അച്ചീവ്മെൻറ്റ്സ് ആണ് നേടിയിരിക്കുന്നത് എന്നതൊക്കെയാണ്. അപ്പോൾ നമ്മൾ ആ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് നോക്കുകയും വേണം. എങ്കിലാണ് നമുക്കതിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെങ്കിൽ എഴുതാൻ കഴിയും. മേരി കോം ഇന്ത്യയിലെ മണിപ്പൂർ എന്ന സ്ഥലത്തെ കോം ഗോത്രത്തിൽപ്പെട്ട പെൺകുട്ടിയായിരുന്നു. ജനിച്ചയുടനെ മാതാപിതാക്കൾ അവളെയും കൊണ്ട് മണിപ്പൂരിലെ കങ്കാത്ത് എന്നറിയപ്പെടുന്ന ഒരു ചെറിയ ഗ്രാമത്തിലേക്ക് മാറി താമസിച്ചു. കുടുംബത്തെ പോറ്റാൻ അവളുടെ അച്ഛൻ ഒരു കർഷകനായി ജോലി ചെയ്തു വരികയായിരുന്നു. മേരി കോമിനും ആ കുടുംബത്തോട് ഏറ്റവും ഇഷ്ടത്തോടെ, അല്ലെങ്കിൽ ആ ഒരു ചുറ്റുപാട് അവൾ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. കാരണം അവർ 3 മക്കളായിരുന്നു ഉണ്ടായിരുന്നത്. അവൾ എന്നും തൻ്റെ അച്ഛനെ കൃഷി സംബന്ധമായിട്ടുള്ള ജോലികളിൽ സഹായിക്കുകയും അമ്മയെ ജോലികളിൽ സഹായിക്കുകയും എല്ലാം ചെയ്യുമായിരുന്നു. സ്കൂളിൽ പോകുകയും അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളികളിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. അവൾ ഒരു നല്ല കായിക താരമായിരുന്നു. വോളിബോൾ, ചെറുപ്രായത്തിൽ തന്നെ വോളിബോൾ, ഫുട്ബോൾ, അത്ലറ്റിക്സ് തുടങ്ങിയ എല്ലാതരം കായിക ഇനങ്ങളിലും അവൾ പങ്കെടുത്തു. അവൾ അത്ലറ്റിക്സിൽ പരിശീലിക്കാൻ തുടങ്ങി. എന്നാൽ 1998 ഏഷ്യൻ ഗെയിംസിൽ ബോക്സർ ഡിങ്കോ സിംഗ് സ്വർണ്ണ മെഡലുമായി മണിപ്പൂരിലേക്ക് മടങ്ങിയതോടെ ബോക്സിങ്ങിനോടുള്ള അവളുടെ അഭിനിവേശം കൂടുതൽ ഊർജ്ജസ്വലമായി വന്നു. അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് അവൾ മാതാപിതാക്കളോട് പറയാതെ തന്നെ ബോക്സിംഗ് പരിശീലനത്തിനായി പുറപ്പെട്ടു. ലോകം ചാമ്പ്യൻഷിപ്പിലേക്കുള്ള ഒരു യാത്ര മേരി കോമിന് എളുപ്പമുള്ള ഒന്നായിരുന്നില്ല. അവളുടെ മാതാപിതാക്കളും അയൽക്കാരും തുടക്കത്തിൽ ബോക്സിംഗ് എന്ന ആശയത്തെ നിരസിച്ചു. കാരണം പെൺകുട്ടികൾ ഒരിക്കലും ബോക്സിങ്ങിന് അനുയോജ്യമല്ലെന്നാണ് പലരുടെയും കണ്ടെത്തൽ. എങ്കിലും ആരും അറിയാതെ അവൾ ഒരു സാറിൻ്റെ കീഴിൽ ബോക്സിംഗ് പരിശീലിക്കുകയും ചെയ്തു. മേരി കോം തൻ്റെ പരിശീലനം നേടുന്നതിനായി വീട് വിട്ട് മണിപ്പൂരിലെ തലസ്ഥാന നഗരമായ ഇംഫാലിലെ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ പരിശീലനവും പഠനവും തുടർന്നു. കോച്ച് നിർജിത് സിംഗിൻ്റെ കീഴിൽ അവൾ ബോക്സിംഗ് പരിശീലനം ആരംഭിച്ചു. 2000 മണിപ്പൂരിലെ STA ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് നേടിയതിൻ്റെ ചിത്രം താമസിയാതെ കുടുംബം പത്രത്തിൽ കണ്ടു. മകളുടെ മികച്ച പ്രകടനങ്ങളും ബോക്സിങ്ങിനോടുള്ള സഹജമായ കഴിവും കണ്ടപ്പോൾ താൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഗെയിം കളിക്കാനുള്ള അവളുടെ അപേക്ഷ അവർക്ക് അവഗണിക്കാൻ കഴിഞ്ഞില്ല. അതിനുശേഷം അവളെ തടയാൻ യാതൊന്നുമില്ല. മേരി കോം വർഷങ്ങളോളം റിംഗിൽ ആധിപത്യം സ്ഥാപിച്ചു പോന്നു. മാരേജിന് ശേഷം അവൾ ചെറിയൊരു ബ്രേക്ക് എടുത്തു. 2007 അവൾ ട്വിൻസിന് ജന്മം നൽകിയതോടുകൂടി അവരുടെ വളർച്ചയിലായിരുന്നു പിന്നീട് അവളുടെ ശ്രദ്ധ. പിന്നീട് 2008 അവൾ ബോക്സിങ്ങിലേക്ക് തിരിച്ചു വരികയും 2008 ഏഷ്യൻ വുമൻസ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് വേണ്ടി സിൽവർ മെഡൽ കരസ്ഥമാക്കുകയും അതിനെ ഫോളോ ചെയ്തുകൊണ്ട് തന്നെ ഒരു ഗോൾഡ് മെഡൽ 2008 AIBA വുമൻസ് വേൾഡ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് ചൈനയിൽ വെച്ചിട്ട് അവൾ നേടുകയും ചെയ്തു.
ഇതെല്ലാം കിട്ടാൻ കാരണം അവളുടെ എല്ലാത്തിൻ്റെയും കോംപ്രമൈസ് ഇല്ലാതെയുള്ള ഹാർഡ് വർക്കും അതേപോലെ തന്നെ ഉറച്ച തീരുമാനവും പിന്നീട് തൻ്റെ സ്വപ്നത്തിലേക്കുള്ള കൂടുതലായിട്ടുള്ള കോൺഫിഡൻസും അതേപോലെ തന്നെ ഡെഡിക്കേഷനും എല്ലാം കൊണ്ടായിരുന്നു അവൾക്ക് ആ റിങ്ങിൽ ഇറങ്ങി പിന്നീട് കൂടുതൽ ട്രെയിനിങ്ങുകൾക്കും കൂടുതൽ മെഡലുകൾ വാങ്ങിക്കൂട്ടാനും സാധിച്ചത്. ഇനി നമ്മൾ സെക്ഷൻ 2 കാണുന്നത് ഒരു ഇൻ്റർവ്യൂ ആണ്. അതെന്നാ നോക്കാം. നമുക്ക് സെക്കൻഡ് സെക്ഷനിലേക്ക് പോകാം. അതിൽ പറയുന്ന ഒരു ഇൻ്റർവ്യൂ ആണ്. ഒരു ഇൻ്റർവ്യൂവർ മേരി കോമിനെ ഇൻ്റർവ്യൂ ചെയ്യുന്നതാണ്. അന്നേരം ചോദിക്കുകയാണ്, എങ്ങനെയാണ് വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് സ്പോർട്ട്, ഏതാണ് നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്പോർട്സ് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അതിന് മറുപടി നൽകുകയാണ്, കുട്ടിക്കാലം മുതലേ എനിക്ക് ഏറ്റവും ഇഷ്ടം ബോക്സിങ്ങിനെയായിരുന്നു. അഭിമുഖം നടത്തുന്നയാൾ ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് നിങ്ങൾ ബോക്സിങ്ങിനെ തിരഞ്ഞെടുത്തത്? മേരി കോം അതിന് മറുപടി പറയുന്നത്, എൻ്റെ അത്ലറ്റിക്സ് പരിശീലകൻ്റെ നിർദ്ദേശവും സ്ത്രീകൾക്ക് ബോക്സിങ്ങിൽ കിട്ടുന്ന ഇമ്പോർട്ടൻസും എല്ലാം മനസ്സിലാക്കിയിട്ടാണ്, പിന്നീട് എൻ്റെ ശരീരഘടന ബോക്സിങ്ങിന് അനുയോജ്യമാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഈ ബോക്സിങ്ങിലേക്ക് ഇറങ്ങിയത്. ആരാണ് ഇൻസ്പയർ ആയ വ്യക്തി എന്ന് ചോദിച്ചതിന് മുഹമ്മദ് അലി എന്ന് പറയുന്ന ബോക്സറാണ് എന്നും, അതേപോലെ തന്നെ വാട്ട് ഈസ് ദ ബെസ്റ്റ് തിങ് അബൌട്ട് യുവർ പ്രൊഫഷൻ എന്ന് ചോദിച്ചതിന്, ഞാൻ നിങ്ങളുടെ മുഖത്ത് ഒരു പഞ്ച് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ഒന്നുമില്ലാതെ നിങ്ങൾ ജയിച്ചാലും തോറ്റാലും ശരി അതൊരു പഞ്ചായിട്ട് അല്ലെങ്കിൽ അതിനെ നല്ല രീതിയിൽ എടുക്കുമെങ്കിൽ ഇതാണ് എൻ്റെ മനസ്സിലെ ആഗ്രഹം എന്ന് പറയുകയായിരുന്നു. യു ഹാവ് ബീൻ ദ ഓൺലി ഫീമെയിൽ ബോക്സർ റെപ്രസെൻറ്റിംഗ് ഇന്ത്യ ഓൺ മെനി ഒക്കേഷൻസ് ഇൻ്റർനാഷണലി. ഡിഡ് ദാറ്റ് പുട്ട് എനി അഡീഷണൽ പ്രഷർ ഓൺ യു? ഇൻ്റർവ്യൂവർ അടുത്ത ചോദ്യം ചോദിക്കുകയാണ്, നിങ്ങൾ മാത്രമാണ് ഇന്ത്യയിലെ ഏക ഒരു ഫീമെയിൽ ബോക്സറായിട്ടുണ്ടായിരുന്നത്, അതിൻ്റെ പേരിൽ എന്തെങ്കിലും അഡീഷണൽ പ്രഷർ, നിങ്ങൾക്ക് മാനസിക സമ്മർദ്ദം നേരിടേണ്ടി വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ച ആ ഒരു ക്വസ്റ്റ്യൻ എന്നോ അങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല, നോട്ട് അറ്റ് ഓൾ എന്നാണ് മറുപടി നൽകുന്നത്. എനിക്ക് അറിയാവുന്ന കാര്യങ്ങളിൽ എനിക്ക് നല്ല ആത്മവിശ്വാസം ഉണ്ടായിരുന്നു എന്നും ഇൻ്റർവ്യൂവർ അടുത്ത ചോദ്യം, നിങ്ങളുടെ പ്രിയപ്പെട്ട ഓർമ്മകൾ, ബാല്യകാല ഓർമ്മകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചപ്പോൾ, എൻ്റെ വീട്ടിലെ മൈതാനങ്ങളിൽ കളിക്കുന്നതും സ്കൂളിലുള്ള വഴികളിൽ എൻ്റെ സഹപാഠികൾക്കൊപ്പം മത്സരം നടത്തുന്നതും എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. എൻ്റെ കുടുംബത്തിന് ആവശ്യത്തിന് ഭക്ഷണമോ ചൂടുള്ള വസ്ത്രങ്ങളോ ഇല്ലാതെ പോയ നിരവധി സന്ദർഭങ്ങളുണ്ട്. ഇതെല്ലാം എന്നെ ശാരീരികമായും വൈകാരികമായും കഠിനമാക്കി എൻ്റെ ശരീരത്തെ ബോക്സിങ്ങിനോട് കൂടുതൽ അനുയോജ്യമാക്കി മാറ്റി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇൻ്റർവ്യൂവർ അടുത്ത ചോദ്യം ചോദിക്കുകയാണ്, നിങ്ങളുടെ വിജയത്തിന് പിന്നിലെ രഹസ്യം എന്താണ് എന്ന്. മറ്റ് വനിതാ ബോക്സർമാർക്കില്ലാത്ത എന്താണ് നിങ്ങൾക്കുള്ളത് എന്ന് മേരി കോമിനോട് ചോദിക്കുകയാണ്. മേരി കോം പറയുകയാണ്, എൻ്റെ രഹസ്യം പൂർണ്ണമായും ശ്രദ്ധയും ഏകാഗ്രതയുമാണ്. പരിശീലനത്തിനിടയിലായാലും മത്സരത്തിലായാലും ഞാൻ ഒരിക്കലും എൻ്റെ ശ്രദ്ധ വ്യതിചലിക്കാൻ അനുവദിക്കുകയില്ല. ഒരു മത്സരത്തിനിടെ ഒരു മത്സരത്തിൻ്റെ ഫലത്തെക്കുറിച്ച് ഞാൻ അനാവശ്യമായി എന്നെ തന്നെ സമ്മർദ്ദത്തിലാക്കുന്നില്ല. എനിക്ക് ദൈവത്തിലും എൻ്റെ പരിശീലനത്തിലും വിശ്വാസമുണ്ട്. എൻ്റെ കഴിവ് അതുല്യവും ദൈവം നൽകിയതുമാണെന്ന് ഞാൻ സമ്മതിക്കുന്നുണ്ടെങ്കിലും പരിശീലന തയ്യാറെടുപ്പിലും തന്ത്രത്തിലും കഠിനാധ്വാനത്തിലും ചെയ്യുന്നതിലൂടെ മറ്റ് ബോക്സർമാർക്കും അവരുടെ പ്രകടനം മെച്ചപ്പെടുത്താൻ കഴിയും. എനിക്ക് എന്നെക്കുറിച്ച് തന്നെ വലിയ നല്ല മതിപ്പാണുള്ളത്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അമിത വിശ്വാസം എന്നെല്ലാം വിളിക്കാം. പക്ഷേ ഓരോ മത്സരം ജയിക്കാൻ ഞാൻ എപ്പോഴും ശ്രമിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് അത് ചെയ്യാൻ കഴിയുമെന്ന് എനിക്കറിയാം. മറ്റൊന്നും എന്നെ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കില്ല. അഭിമുഖം നടത്തുന്ന ആൾ, അതായത് നമ്മുടെ ഇൻ്റർവ്യൂവർ അടുത്ത ചോദ്യമാണ്, 6ാമത്തെ ലോക ചാമ്പ്യൻഷിപ്പ് കിരീടത്തിലേക്ക് നിങ്ങൾ എത്തുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്തായിരുന്നു ചിന്തയുണ്ടായിരുന്നത്? മേരി കോം പറയുകയാണ്, കിരീടം നേടുന്നത് എനിക്ക് വിശ്വസനീയമാംവിധം വൈകാരികമായ ഒരു സംഭവമായിരുന്നു. വിജയത്തിനായി കൈ ഉയർത്തിപ്പിടിച്ച് റിങ്ങിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ വികാരങ്ങളാൽ നിറഞ്ഞു നിന്നത് ഞാൻ ഓർക്കുന്നു. ഞാൻ 6 ലോക ചാമ്പ്യൻഷിപ്പ് കിരീടങ്ങൾ നേടിയിരിക്കുന്നു. എൻ്റെ എല്ലാ പോരാട്ടങ്ങളും കഠിനാധ്വാനവും ഫലം കണ്ടു. എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന നിരവധി ആരാധകർ ഉണ്ടായിരുന്നു. അവരിൽ പലരും എൻ്റെ കളി കാണാൻ വേണ്ടി മാത്രം ദൂരെ നിന്ന് വന്നവരായിരുന്നു. എൻ്റെ ഭർത്താവും കുട്ടികളും അവിടെ ഉണ്ടായിരുന്നു. അവരുടെ മുഖത്ത് അഭിമാനം നിറഞ്ഞു. ഇതെല്ലാം എൻ്റെ ആത്മവിശ്വാസം കൂടുകയാണ് ചെയ്തത്. ഇൻ്റർവ്യൂവർ, നിങ്ങളുടെ ഫിറ്റ്നസ് രീതിയെക്കുറിച്ച് ഞങ്ങളോട് പറയാമോ? മേരി കോം പറഞ്ഞു, ഈ കായിക രംഗത്ത് വിജയിക്കാൻ എനിക്ക് മാനസികവും ശാരീരികവുമായ ശക്തി ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ശക്തി ഉണ്ടായിരിക്കണം. ലോക ചാമ്പ്യൻഷിപ്പ് പോലെയുള്ള ഒരു അഭിലഷണീയമായ മത്സരത്തിൽ മത്സരിക്കാൻ നിങ്ങൾ പോരാടാൻ ഫിറ്റ്നസ് ഉണ്ടായിരിക്കുക മാത്രമല്ല ആത്മവിശ്വാസവും അനിവാര്യമാണ്. എൻ്റെ പരിശീലകരെയോ പരിശീലന ഷെഡ്യൂളിനെയോ ഞാൻ ആശ്രയിക്കുന്നില്ല. എനിക്ക് ആവശ്യമുള്ള തരത്തിലുള്ള ഫിറ്റ്നസ് നേടാൻ ഞാൻ പലപ്പോഴും അധിക ദൂരം സഞ്ചരിക്കുന്നു. എൻ്റെ അനുഭവത്തിലും വർഷങ്ങളായി ഞാൻ ശേഖരിച്ച അറിവിലും ഞാൻ വളരെയധികം ആശ്രയിക്കുന്നു. 6 തവണ ലോക ചാമ്പ്യൻഷിപ്പ് നേടുന്നത് ഒരു ചരിത്ര നേട്ടമാണ് വാസ്തവത്തിൽ. ഒരിക്കൽ പോലും അത് നേടുന്നത് എളുപ്പമുള്ള കാര്യമില്ല എന്ന് പറയുന്നു ഇൻ്റർവ്യൂവർ അടുത്ത ചോദ്യവുമായി എത്തി. ഇന്ത്യയിൽ ബോക്സിങ്ങിലുള്ള താല്പര്യം ഒളിമ്പിക്സിനപ്പുറം പോകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്ന ചോദ്യത്തിന് മേരി കോം മറുപടി നൽകിയത്, അതെ, കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ ഇന്ത്യയിലെ എല്ലാവർക്കും ഇടയിൽ ബോക്സിംഗ് വർഷം മുഴുവൻ വളരെ ജനപ്രിയമാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇന്ത്യൻ ബോക്സിങ്ങിൻ്റെ ഭാവിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഇൻ്റർവ്യൂവറുടെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞത്, ഭാവി വളരെ ശോഭനമായിരിക്കും. കൂടുതൽ ബോക്സർമാർ ഈ ഒരു മേഖലകളിലേക്ക് കടന്നു വരികയും നമ്മൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഇന്ത്യക്ക് വേണ്ടി മെഡലുകൾ നേടുമെന്നും എനിക്ക് ഉറപ്പുമുണ്ട്. ഞങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് എന്ത് സന്ദേശമാണ് നൽകാനുള്ളത് എന്ന ഇൻ്റർവ്യൂവറുടെ ചോദ്യത്തിന്, നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ആദ്യ പരീക്ഷണത്തിൽ അത് സംഭവിച്ചില്ലെങ്കിലും രണ്ടാമതും ശ്രമിക്കുക, മൂന്നാമതും ശ്രമിക്കുക, നിങ്ങൾ ആഗ്രഹിക്കുന്നത് നേടുന്നത് വരെ ശ്രമിക്കുക. എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. പ്രത്യേകിച്ച് ഒരു സ്ത്രീ ആയതിനാൽ പുരുഷന്മാരുടെ കളികളിൽ ആരും എന്നെ വിശ്വസിച്ചില്ല. പക്ഷേ ഞാൻ എന്നിൽ വിശ്വസിച്ചതുപോലെ ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ സ്വപ്നം നേടിയെടുത്തു. നിങ്ങളും അതുപോലെ ചെയ്യുക. എന്നും നമ്മൾ പരിശ്രമിക്കുന്നതിനനുസരിച്ച് നമുക്ക് വിജയം നമ്മുടെ വിരൽത്തുമ്പിൽ എത്തുന്നതായിരിക്കും. ഇനി അടുത്ത സെക്ഷൻ എന്ന് വരുന്നത് മേരി കോമിൻ്റെ എന്തൊക്കെ അച്ചീവ്മെൻറ്റ്സ് ആണ് നേടിയിരിക്കുന്നത് എന്നാണ് കേട്ടോ. അതും കൂടി നോക്കാം.
ധാരാളം മെഡലുകൾ വാങ്ങിക്കൂട്ടിയ വ്യക്തിയാണ് മേരി കോം. 2001 AIBA വേൾഡ് ബോക്സിംഗ് ഷിപ്പ് വരെ 8 മെഡലോളം, 6 ഗോൾഡ് മെഡലും 1 സിൽവർ മെഡലും 1 ബ്രോൺസ് മെഡലും അവൾ നേടിയിരുന്നു. ഏറ്റവും കൂടുതൽ സ്വർണ്ണ മെഡലുകൾ നേടിയ ഏക വനിതാ ബോക്സറാണ് മേരി കോം. ക്യൂബൻ ബോക്സറായ ഫെലിക്സ് സാവോണാണ് ഏറ്റവും ഉയർന്ന റാങ്കിലുള്ള പുരുഷ ബോക്സർ. 2012 ലണ്ടൻ ഒളിമ്പിക്സിൽ യോഗ്യത നേടിയ ആദ്യ ഇന്ത്യൻ വനിതാ ബോക്സറാണ് മേരി കോം. ഫ്ലൈ വെയ്റ്റ് വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടി 2014 ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ ബോക്സറുമാണ്. 2018 കോമൺവെൽത്ത് ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ ബോക്സറും മേരി കോമാണ്. അങ്ങനെ 6 തവണ ഏഷ്യൻ അമച്വർ ബോക്സിംഗ് ചാമ്പ്യനായ ഏക ബോക്സർ എന്ന റെക്കോർഡും മേരി കോമിൻ്റെ പേരിലുണ്ട്. മേരി കോമിൻ്റെ സംഭാവനകൾക്ക് ഇന്ത്യൻ ഗവൺമെൻറ് 2006 പത്മശ്രീയും പത്മഭൂഷൺ 2013, കായിക രംഗത്തെ പത്മവിഭൂഷൺ 2020 അർജുന അവാർഡ് 2003, ബോക്സിംഗിൻ്റെ മികവിന് മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് 2009 നൽകിയിട്ട് ആദരിച്ചു പോന്നിട്ടുണ്ട്. നോർത്ത് ഈസ്റ്റേൺ ഹിൽ യൂണിവേഴ്സിറ്റി 2016, കാസിനംഗ യൂണിവേഴ്സിറ്റി എന്നിവ അവർക്ക് ഓണററി ഡോക്ടറേറ്റ് നൽകി ആദരിച്ചു. 2016 ബഹുമാനപ്പെട്ട ഇന്ത്യൻ രാഷ്ട്രപതി മേരി കോമിനെ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഉപരിസഭയായ രാജ്യസഭാംഗമായി നാമനിർദ്ദേശം ചെയ്തു. മേരി കോം എന്ന വ്യക്തി ഇന്ത്യയുടെ അഭിമാനമായി മാറിയ ഓരോ നിമിഷവുമാണ് നമ്മളിപ്പോൾ കണ്ടത്. നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനത്തിലേക്ക് എല്ലാ പ്രതിബന്ധങ്ങൾക്കും എതിരെയുള്ള ഒരു പാതയാണ് മേരി കോം. ഇന്ത്യയിലെ ഒരു കുഗ്രാമത്തിൽ ജനിച്ച ഒരു എളിയ പശ്ചാത്തലത്തിൽ നിന്ന് വന്നിട്ടും നിരവധി ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വന്നിട്ടും പുരുഷന്മാർക്ക് മാത്രമായി കണക്കാക്കപ്പെട്ടിരുന്ന ഒരു കായിക ഇനമായ ബോക്സിങ്ങിൽ താല്പര്യമുള്ള ഒരു സ്ത്രീയായിട്ടും മേരി കോം തൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ എല്ലാ പ്രതിബന്ധങ്ങളെയും നേരിട്ടു. ജീവിതത്തിലെ ഒരു തടസ്സത്തെ നിശബ്ദമാക്കി മറികടന്ന അവർ ബോക്സിംഗ് മേഖലയിൽ സമാനതകളില്ലാത്തവരാണെന്ന് തെളിയിക്കുകയും ഇന്ന് ഇന്ത്യയിലും വിദേശത്തുമുള്ള എല്ലാ സ്ത്രീകൾക്കും എനിക്കും ഒരുപോലെ പ്രചോദനത്തിന് ഉറവിടമാണ് മേരി കോം എന്ന് പറയുന്ന വ്യക്തി. അവർ ഒരു ചാമ്പ്യന്മാരുടെ ചാമ്പ്യനാണ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഇവിടെ തീരുന്നത്. ഇനി നമുക്കിതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഹാസ് മേരി കോം ഇൻസ്പയർഡ് ബോത്ത് മെൻ ആൻഡ് വുമൺ ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എങ്ങനെയാണ് മേരി കോം ഇൻസ്പയർ ആയത്? എങ്ങനെയാണ് സാമൂഹിക തടസ്സങ്ങളോ അല്ലെങ്കിൽ ലിംഗവിവേചനങ്ങളോ സാമ്പത്തിക വെല്ലുവിളികളോ ഒന്നും നമ്മുടെ പ്രയത്നത്തിന് അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹത്തിന് തടസ്സമല്ല എന്നാണ് മേരി കോം തൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. നമ്മുടെ ആഗ്രഹത്തെ മുറുക്കെ പിടിച്ച് അതിനുവേണ്ടി പ്രയത്നിച്ചാൽ എല്ലാ വിജയവും നമുക്ക് തന്നെ ഉറപ്പായിരിക്കും എന്ന് അവർ നമുക്ക് കാണിച്ചു തരുന്നു, അവരുടെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് മെയ്ഡ് ദ പേരൻസ് ടു മേരി കോം ചേഞ്ച് ദർ മൈൻഡ്സ് ആൻഡ് അലോ ഹെർ ടു കണ്ടിന്യൂ ടു പെർസ്യൂ ഹെർ ഡ്രീം? ആദ്യമൊക്കെ മേരി കോമിൻ്റെ ഇഷ്ടങ്ങൾ പാരൻസ് എതിർക്കുകയായിരുന്നു ചെയ്തത്. കാരണം സമൂഹത്തിൻ്റെയും അല്ലെങ്കിൽ സാമ്പത്തിക ഭദ്രതയും എല്ലാം ഓർത്ത് മറ്റുള്ളവർ എന്തു പറയും എന്നെല്ലാം ഓർത്തിട്ട് ബോക്സിംഗ് എന്ന മേഖലയിലേക്ക് മേരി കോം പോകുന്നതിന് അവരുടെ മാതാപിതാക്കൾക്ക് താല്പര്യമില്ലായിരുന്നു. പിന്നീട് അവരുടെ മനസ്സ് മാറ്റുന്ന രീതിയിൽ മേരി കോമിൻ്റെ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൻ്റെ അവാർഡുകൾ വാങ്ങുന്ന ചിത്രങ്ങൾ ന്യൂസ് പേപ്പറിലെത്തുകയും അത് കണ്ട് അവളുടെ ടാലൻറ്റ് അവർ തിരിച്ചറിയുകയും പിന്നീട് അവൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടുകളും നൽകുകയും ചെയ്തത് കൊണ്ടാണ് പാരൻസ് അവൾക്ക് കൂടുതൽ സപ്പോർട്ട് നൽകുകയും ചെയ്യുന്നതാണ് പിന്നീട് നമ്മൾ കാണുന്നത്. വാട്ട് മേക്സ് മേരി കോം ദ പെർഫെക്റ്റ് റോൾ മോഡൽ ഫോർ ദ യങ് ജനറേഷൻ? ഇപ്പോഴത്തെ യങ് ജനറേഷനെ എങ്ങനെയാണ് ഏറ്റവും വലിയൊരു റോൾ മോഡലായിട്ട് മേരി കോം മാറുന്നത്? ഒരു സാധാരണ കർഷക കുടുംബത്തിൽ ജനിച്ച് ഒരു കുഗ്രാമത്തിൽ ജനിച്ചു വളർന്ന സാമ്പത്തികമായി ഒട്ടുമില്ലാത്ത അല്ലെങ്കിൽ സാമ്പത്തികമായി പിന്നോക്കം നിന്നിരുന്ന വ്യക്തി, ഒരു സ്ത്രീ ബോക്സിങ്ങിനോട് താല്പര്യത്തോടു കൂടി അതിനുവേണ്ടി പ്രയത്നിക്കുകയും അതിനുവേണ്ടി മുന്നോട്ട് വരികയും തന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ എല്ലാ രീതിയിലുള്ള പരിശീലനങ്ങളും എല്ലാം സ്വയം കണ്ടെത്തുകയും അതിനെ നേരിടുകയും എല്ലാ പ്രതിബന്ധങ്ങളെയും നേരിടുകയും എല്ലാം ചെയ്തിട്ട് അത് ശരിക്കും നമ്മുടെ ഇപ്പോഴുള്ള യങ് ജനറേഷന് വേണ്ടിയിട്ടുള്ള ഒരു പ്രചോദനമായി മാറുകയാണ്. ഇന്ത്യയിലെ എല്ലാ സ്ത്രീ ജനങ്ങൾക്കും അല്ലെങ്കിൽ എല്ലാ മേഖലയിലുള്ളവർക്കും നമ്മൾ എന്ത് ശ്രമിക്കുന്നോ, നമ്മൾക്ക് എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് ആ ഒരു സ്വപ്നത്തിലേക്ക് എത്താൻ നിരന്തരമായ പരിശ്രമം എല്ലാത്തിനും അനിവാര്യമാണ് എന്ന് നമുക്ക് മേരി കോമിൻ്റെ ജീവിതത്തിലൂടെ അവർ നമുക്ക് പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്.